സാമ്പത്തിക പ്രതിസന്ധിക്കിടെ എത്തുന്ന ബജറ്റിൽ നികുതി കുടിശ്ശിക പിരിക്കാൻ സത്വര നടപടികൾ ഉണ്ടാകുമെന്ന് സൂചന. ഭൂനികുതി, വിൽപ്പന നികുതി കുടിശ്ശികകൾ സമയബന്ധിതമായി പിരിച്ചെടുക്കാനുള്ള തീരുമാനങ്ങൾ ഉണ്ടായേക്കും. സംസ്ഥാനത്തെ സാമ്പത്തിക പ്രതിസന്ധിക്ക് മുഖ്യ കാരണം നികുതി പിരിവിലെ വീഴ്ചയാണെന്ന ആക്ഷേപം ശക്തമാണ്. ഈ ബജറ്റിൽ നികുതി കുടിശ്ശികകൾ കൃത്യമായി പിരിച്ചെടുത്ത് കിട്ടാനുള്ള പണം ഖജനാവിലേക്ക് എത്തിക്കുന്നതിനുള്ള ശ്രമങ്ങൾ ഉണ്ടായേക്കും. 28,258 കോടിയുടെ നികുതി കുടിശ്ശികയുണ്ടെന്നാണ് CAG റിപ്പോർട്ട്. ഇതിൽ KSRTCയും KSEBയും ഉൾപ്പെടെയുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ കുടിശ്ശികകളും ഉൾപ്പെടുന്നു. അവ ഒഴിവാക്കിയാലും വലിയൊരു തുക നികുതി കുടിശ്ശിക ഇനത്തിൽ പിരിഞ്ഞു കിട്ടാനുണ്ട്. വിൽപ്പന നികുതിയും ഭൂമിയുടെ വില കുറച്ചുകാട്ടി രജിസ്ട്രേഷൻ ചെയ്ത വകയിൽ പിരിച്ചെടുക്കേണ്ടവയും സമയബന്ധിതമായി പിരിച്ചെടുക്കാൻ തീരുമാനങ്ങൾ ഉണ്ടായേക്കും. 2 വർഷം മുൻപ് വരെയുള്ള കുടിശ്ശികയുടെ കണക്കാണ് CAG റിപ്പോർട്ടിൽ പരാമർശിക്കുന്നത്. കൃത്യമായി എത്ര കിട്ടാനുണ്ടെന്ന കണക്കുകൾ സർക്കാരിന്റെ പക്കലും ലഭ്യമല്ലെന്നാണ് വിവരം. അങ്ങനെയെങ്കിൽ ഏതൊക്കെ നടപടികളിലൂടെ കുടിശ്ശിക പിരിച്ചെടുക്കാനാകുമെന്നതിൽ പ്രഖ്യാപനങ്ങൾ ഉണ്ടായേക്കും. ജനം, തിരുവനന്തപുരം.